गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरुवे नमः। गुरुवे सर्वलोकानां भिषजे भवरोगिणां हृदये सर्वविद्यानां दक्षिणामूर्तये सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सिद्धयोगीश्वराय कृष्णानन्दसद्गुरुवे नमः। എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ശുഭദിനം നേരുകയാണ്. ഇന്ന് അത്തമാണ്. പൊന്നും ചിങ്ങമാസത്തിലെ പൊന്നോണ നാളിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് ഓണത്തിന്റെ ആദ്യ ദിവസം ഇന്ന് സംജാതമായിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങളായി നമുക്ക് ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ല. അതിന്റെ പിന്നിൽ പലവിധങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട്. പ്രളയവും കൊറോണയും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധികളുമെല്ലാം നമുക്ക് ഓരോ വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈശ്വരീയമായ ചിന്തകളിലൂടെ, ഈശ്വരീയമായ ദർശനങ്ങളിലൂടെ നമുക്ക് സമാധാനത്തെ കണ്ടെത്താൻ കഴിയണം. ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിനാണെന്നും ഇനി സംഭവിക്കാൻ പോകുന്നതെല്ലാം നല്ലതിനാണെന്നും നമ്മളൊന്ന് ചിന്തിക്കണം. പരമാത്മാവായ ഭഗവാൻ ആത്മാവായ അർജുനന് നൽകുന്ന ഉപദേശങ്ങളാണല്ലോ ഭഗവത്ഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഭഗവത്ഗീതയിലെ ദശോപദേശങ്ങൾ, ഒരു 10 ഉപദേശങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഒന്നിനെയും ഭയപ്പെടാതിരിക്കുക. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ഭയം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യ മനുഷ്യന് പറയാനുണ്ടാവുള്ളൂ: മരണഭയം. മറ്റൊന്നിനെയും ഭയമില്ലാതെ ആയിരിക്കുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ ഈശ്വരനെ ഭയപ്പെട്ടിരുന്ന മനുഷ്യരുണ്ട്. ഞാൻ ചെയ്യുന്ന എന്റെ കർമ്മങ്ങൾ, എന്റെ പ്രവർത്തികളൊക്കെ ദൈവഹിതമാണോ അല്ലയോ എന്ന ആ ഒരു ഭയം മനുഷ്യനുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് മനുഷ്യൻ ഈശ്വരനിൽ നിന്ന് അകന്നുപോയി. എന്നിട്ട് അവന്റെ ഭയം മുഴുവൻ മരണം എന്ന വിഷയത്തിലേക്കായി മാറിയിരിക്കുകയാണ്. ഭഗവത്ഗീതയിൽ പരമാത്മാവ് ഭഗവാൻ തന്റെ ആത്മസുഹൃത്തായ ആത്മാവിനോട്, അതായത് അർജുനനോട്, മരണത്തെ പോലും ഭയപ്പെടരുത് എന്ന് ഉപദേശിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം മരണം എന്നത് ഒരു കടന്നുപോകൽ മാത്രമാണ്. നശ്വരമായ ഒന്നിന് മാത്രമാണ് മരണം സംഭവിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ ആശ്രമത്തിൽ ഞാനും പൂജനീയ സ്വാമിയും ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു മാതാജിയെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർക്ക് ഭയമാണ്, മരണഭയം. അതായിരുന്നു സാധുവിന്റെ കുറച്ചു നേരത്തെ ചിന്ത. ആ ചിന്തിച്ച് ധ്യാനിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു തോന്നൽ, ഇങ്ങനെയൊരു വീഡിയോ തയ്യാറാക്കണമെന്ന്. വളരെ ആത്മീയമായിട്ടുള്ള അറിവുള്ള ആ
ഗുരുനാഥനോടൊപ്പം കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ചിന്തിക്കാൻ കഴിഞ്ഞ ചില വിഷയങ്ങളെ നിങ്ങളിലേക്ക് പകർന്നു തരാൻ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ തയ്യാറാക്കുന്നത്. മരണഭയം എന്നത് നശ്വരമല്ല. അനശ്വരമായതിന് മരണമില്ല. ബന്ധങ്ങളും സമ്പത്തും തുടങ്ങി ഈ ലോകത്തിൽ നിന്നുള്ളതൊക്കെയും അനശ്വരങ്ങളാണ്. ഭയമില്ല എങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം എത്രയോ ധന്യമായി തീരുമെന്നറിയാം, എത്ര സുന്ദരമാണെന്നറിയാം. കാരണം നമ്മൾ എന്തിനാ ഭയക്കുന്നത്? ആരെയാണ് ഭയപ്പെടേണ്ടത്? ഈ ലോകത്തിൽ ഭയമില്ലാതെ സമീപിക്കാൻ കഴിയേണ്ട ഏക വ്യക്തി യഥാർത്ഥത്തിൽ ഈശ്വരനാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ പരമാത്മാവിനെ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായി നമ്മുടെ കൂടെ കൂട്ടിയാൽ തീർച്ചയായും നമുക്ക് ഭയമേ ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ വിഷയം, ഒന്നിനെയും സംശയിക്കാതിരിക്കുക. ഞാനും നിങ്ങളുമൊക്കെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ സമാധാനവും സന്തോഷവും അത് നഷ്ടപ്പെടുത്തി കളയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം അകാരണമായ സംശയമാണ്. സംശയാലുമായ മനുഷ്യന് ഈ ലോകത്തിലോ വരും ജന്മത്തിലോ സമാധാനപൂർണമായി ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വേദ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ വിഷയം, അത് വിഷയാസക്തിയിൽ നിന്ന് മോചനം നേടുക എന്നതാണ്. ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തരം വിഷയാസക്തിയിൽ നിന്നും മോചനം നേടുക. കാമം, ക്രോധം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത എല്ലാത്തരം വിഷയങ്ങളിൽ നിന്നും മുക്തമായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിന് ശാന്തത കൈവരിക്കാൻ കഴിയുക. ആശ്രമത്തിന്റെ മുറ്റത്തുള്ള പുല്ല് പറിക്കുന്ന സമയത്ത് അവിടെയൊക്കെ വൃത്തിയാക്കി കളയുമ്പോൾ സാധു ചിന്തിക്കുന്ന ഒരു വിഷയം, ഈ കള പറിച്ചു കളയുന്നത് പോലെ തന്നെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന ആ അശാന്തത പരത്തുന്ന ഓരോ കളകളെയും, കാമം, ക്രോധം, മോഹം, ലോഭം, അങ്ങനെയുള്ള ഓരോന്നിനെയും പറിച്ചു കളയുക എന്നതാണ്. വീണ്ടും മുളയ്ക്കുമായിരിക്കും, പക്ഷേ ഓരോന്ന് തലപൊക്കി വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പറിച്ചു കളയുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമ്മുടെ മനസ്സിന് ശാന്തത കൈവരിക. ശാന്തമായ മനസ്സിന് ജ്ഞാനവും സമാധാനവും മനഃശാന്തിയും കൈവരിക്കുവാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി സമാധാനത്തോടെ ആക്കി വെക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ ഫലം. നാലാമത്തെ വിഷയം, നമ്മൾ എന്തൊരു കാര്യം ചിന്തിച്ചാലും അതിന്റെ ഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കാതിരിക്കുക. ഞാൻ ചെയ്യുന്നത് എന്ത് പ്രവൃത്തിയാണോ അതിന്റെ പ്രതിഫലം എന്തായിരിക്കും, അതിന്റെ ഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എന്റെ ആത്മാവിനോടൊപ്പം കൂടിയിരിക്കുന്ന എന്റെ സുഹൃത്ത് പരമാത്മാവാണ്. അപ്പൊ പരമാത്മാവിന് യോജിക്കാത്ത, പരമാത്മാവിന് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നിനെ കുറിച്ചും ഞാൻ ചിന്തിക്കുന്നില്ല. ആ ഒരു മനോഭാവം നമുക്കുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ എന്തിനു ഭയപ്പെടണം? അപ്പൊ നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മൾ ചെയ്തത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നല്ലതല്ലാത്തതൊന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവ് നമ്മുടെ സുഹൃത്താണ് എങ്കിൽ മാത്രം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാതിരിക്കുക.
നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം സത്യസന്ധതയോടെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തു തീർക്കണം. കാരണം കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിനുള്ള കർമ്മഫലം ഭഗവാൻ തരും. എന്താണ് കർമ്മഫലം? സൽക്കർമ്മം, ദുഷ്കർമ്മം എന്നിങ്ങനെയൊക്കെ ഉണ്ടോ? ഈ പുനർജന്മം എന്നുള്ളത് കർമ്മഫലമായിട്ടുണ്ടാകുന്നതാണ്. അത് ശാസ്ത്രീയമാണോ? കഴിഞ്ഞ ജന്മം ചെയ്ത സൽഫല കർമ്മങ്ങൾക്കും ദുഷ്ടഫല കർമ്മങ്ങൾക്കും ഈ ജന്മത്തിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് അന്ധവിശ്വാസമാണോ? ഈ ജന്മത്തിൽ ഒരു പാപകർമ്മവും ചെയ്യാത്ത ഒരു ശിശു എങ്ങനെ മൂകനും അന്ധനും ബധിരനുമായി ജനിക്കാൻ കാരണം? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ സാധാരണക്കാരിൽ നിന്ന് കേൾക്കുക സ്വാഭാവികമാണ്. കഴിഞ്ഞ ദിവസം പൂജനീയ സ്വാമി പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെതായ രാഗമോഹ വികാരങ്ങളിലൂടെ ജനിച്ച ഒരു മനുഷ്യൻ എങ്ങനെ പൂർണ്ണനായി തീരും? പൂർണ്ണനായിട്ട് ആരും ഇവിടെ ജനിക്കുന്നില്ല. ആസ്വാദനത്തിലൂടെ, ആസ്വാദനം ഒരു തരത്തിൽ പറഞ്ഞാൽ ഈശ്വര്യമല്ല, അത് ജഡികമാണ്. ഈ ലോകത്തിൻ്റെതായ രാഗമോഹങ്ങളിൽ പെടുന്നതാണ് ആസ്വാദനം. ആ ആസ്വാദനത്തിലൂടെ ജനിച്ച നമ്മൾ ഓരോരുത്തരും എന്തായി തീരും? പാപത്തിന്റെ ഫലങ്ങളാണ്. അപ്പൊ നമ്മൾ ആ ജന്മത്തിൽ അതിന്റെ നന്മകളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കർമ്മഫലം മാറ്റിയെടുക്കണം. ഓരോ വ്യക്തിയും മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്ത കർമ്മഫലം മാത്രമാണ് കൂടെ പോകുന്നത്. ക്ഷേത്രത്തിൽ പോയി നമ്മൾ രക്തപുഷ്പാഞ്ജലിയും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും മറ്റ് മുട്ടിറക്കലും കലശം പൂജിക്കലും അതുപോലെ മഞ്ഞനീരാട്ടും എന്തു ചെയ്തിട്ടും അതിനൊന്നും ഒരു ഫലം ഉണ്ടാവില്ല. നല്ലത് ചെയ്തത് കൊണ്ട്, നല്ല പ്രവർത്തികൾ ചെയ്തിട്ട് നമ്മൾ പോയി വഴിപാടർപ്പിച്ചാൽ അതിന് ഫലം ഉണ്ടാവും. അപ്പൊ കർമ്മഫലം മാത്രമാണ് എന്റെയും നിങ്ങളുടെയും കൂടെ നമ്മൾ മരണശേഷം കൊണ്ടുപോകുന്നത്. ഇന്ന് ഉണ്ടാക്കി വെക്കുന്ന സ്വത്തോ സമ്പാദ്യമോ വീടോ ധനങ്ങളോ സപ്പേരുകളോ അവാർഡുകളോ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുപോകുന്നില്ല. തന്റെ കർമ്മഫലം അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ശരീരത്തെ പിന്നെ ആത്മാവ് തെരഞ്ഞെടുക്കുകയാണ്. ഞാനൊരു പാപം ചെയ്താൽ ആ പാപം മറ്റൊരാൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് മരണമാണ് എനിക്ക് ശിക്ഷ. അതുകൊണ്ട് ആ മരണത്തെ മാറ്റാനായി ഞാനൊരു കോഴിയെ കൊണ്ടുവന്ന് കൊന്നതുകൊണ്ടോ ബലി കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ആടിനെ കൊന്നതുകൊണ്ടോ ഒരു പശുവിനെ പോത്തിനെ കൊന്നതുകൊണ്ടോ എന്തില്ല, അതിന് ഫലം ഉണ്ടാവില്ല. ഞാൻ എന്നിലുള്ള ജഡിക സ്വഭാവത്തെ കൊല്ലണം. അതാണ് വേണ്ടത്. അശ്വത്തെ യാഗത്തിൽ അർപ്പിച്ചു എന്ന് വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട്. യാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അശ്വം എന്താ? നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് പിന്തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അശ്വം അത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഏത് വഴിയിലൂടെയും യാത്ര ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആ അശ്വത്തെ പോലെ, ആ കുതിരയെ പോലെ ഓടുന്ന നിന്റെ സ്വഭാവമുണ്ടല്ലോ, അതിനെ നീ എന്ത് ചെയ്യണം? ബലി കഴിക്കണം. അതിനെ നീ ഉപേക്ഷിക്കണം. അവിടെ ഈശ്വരീയമായ ആ പ്രണവാഗ്നിയിൽ, കുണ്ടത്തിലെ അഗ്നിയിൽ അശ്വത്തെ പോലെ കുതിരയെ പോലെ ഓടുന്ന എന്റെ നിന്റെ സ്വഭാവത്തെ ആണ് എന്ത് ചെയ്യേണ്ടത്? യാഗമായി കുണ്ടത്തിലേക്ക് അർപ്പിക്കേണ്ടത്. അല്ലാതെ യഥാർത്ഥമായിട്ടുള്ള ഒരു കുതിരയെ കൊണ്ടുവന്നിട്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജന്മത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളായിരിക്കും, നമ്മുടെ പൂർവികർ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, അതിനെ കൊണ്ടുവന്ന് കൊന്നിട്ട് നമുക്ക് എന്ത് ഫലം കിട്ടും? വീണ്ടും നമ്മൾ പാപം ചെയ്യും. അജത്തെ ഹോമം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആടിനെ, ആട് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് കിടക്കും.
24 മണിക്കൂറും വായിലിട്ട് എന്തെങ്കിലും കടിച്ചിങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കുന്ന സ്വഭാവം ആടുകൾക്കുണ്ട്. സംസാര സാഗരത്തിൽ മുഴുകുന്ന മനുഷ്യനെ അവന്റെ സംസാര സാഗരത്തിൽ നിന്ന്, ആ കർമ്മത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുവാൻ വേണ്ടി എപ്പോഴും ഓർമ്മകളെ അയവിറക്കുന്ന ആടിന്റെ സ്വഭാവം, അജത്തിന്റെ സ്വഭാവം, അതാണ് നീ എന്ത് ചെയ്യുന്നത്? ഹോമിക്കേണ്ടത്. എവിടെയും ഏത് കുപ്പയിലും ഏത് കുഴിയിലും ഏത് ചെളിയിലും പോയി തോണ്ടിപ്പെറുക്കി അവിടെ നിന്നെടുത്ത് മറ്റുള്ളവർക്കും കൊടുത്ത് നീയും തിന്നുന്ന നിന്റെ സ്വഭാവം കോഴിയുടെ സ്വഭാവം, കുക്കുടത്തിന്റെ സ്വഭാവം. അതിനെയാണ് നീ എന്ത് ചെയ്യേണ്ടത്? ബലിയർപ്പിക്കേണ്ടത്. പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? നേരെ കൊണ്ടുപോയിട്ട് ഒരു കോഴിയെ ബലിയർപ്പിക്കുക. കുക്കുടത്തെ അർപ്പിക്കാൻ പറഞ്ഞു, കുക്കുടത്തെ അർപ്പിച്ചു. ശരിക്കും നമ്മളെ തന്നെയാണ് ബലിയർപ്പിക്കേണ്ടത്. നമ്മുടെ സ്വഭാവങ്ങളെയാണ്. ആടിനെ പോലുള്ള നമ്മുടെ സ്വഭാവത്തെ, കോഴിയെ പോലുള്ള നമ്മുടെ സ്വഭാവത്തെ, പശുവിനെ പോലുള്ള നമ്മുടെ സ്വഭാവത്തെ, ഗോക്കളെ യാഗത്തിൽ അർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പശുവിനൊരു പ്രത്യേകതയുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ജീവിയെ തന്റെ കൺമുമ്പിൽ വെച്ച് കൊന്നാലും ശരി, ഈ പശു എന്ന ഒരു വർഗം അതനങ്ങാതെ നിൽക്കും. പക്ഷെ പോത്ത് അങ്ങനെയല്ല കേട്ടോ. പോത്തുകളെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പോത്ത് അങ്ങനെയല്ല. തന്റെ കൂട്ടത്തിലുള്ള ഒരു ജീവിയുടെ തലക്കടിച്ച് ഒന്നിനെ കൊല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ ആ പോത്ത് വിരല് പിടിച്ച് അവിടെയൊക്കെ കയറ് പൊട്ടിച്ച് ഓടിക്കും, അല്ലെങ്കിൽ അത് ആക്രമിക്കാൻ മുതിരും. പക്ഷെ പശു അങ്ങനെയല്ല. തന്നെ മുമ്പിലിട്ട് തന്റെ കൂടെ നിൽക്കുന്ന ഒരു ജീവിയെ, തന്റെ തന്നെ വർഗത്തിൽപ്പെടുന്ന ഒന്നിനെ കൊന്നാൽ പശു ഇങ്ങനെ നോക്കി നിൽക്കും. അടുത്തത് തനിക്കാണെന്നുള്ളൊരു ഓർമ്മയോ ബോധമോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള നിന്റെ ചിന്തകളെ, നിന്റെ ധാരണകളെ ഹോമകുണ്ഡത്തിൽ യാഗമായി അർപ്പിക്കണം. ആത്മജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി നീ അത് ചെയ്തേ പറ്റൂ. അത് പറഞ്ഞു കാണിക്കാനാണ് എന്ത് പറയുന്നത്? ഗോവിനെ യാഗമായിട്ട് അർപ്പിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പശുവിനെ കൊണ്ടുവന്ന്, കാളയെ കൊണ്ടുവന്നിട്ടൊക്കെ എന്ത് ചെയ്തു? യാഗങ്ങളിലും ഹോമങ്ങളിലും അർപ്പിച്ചു, ബലി കഴിച്ചു. ഗോപൂജ ചെയ്യേണ്ട നമ്മള് ഗോഹത്യ ചെയ്തു. ശരിക്കും നമ്മളിലുള്ള ആ കണ്ടു നിൽക്കുന്ന, നോക്കി നിൽക്കുന്ന ആ നിഷ്കാമമായിട്ട് നിൽക്കുന്ന നമ്മുടെ അവസ്ഥയെ അതിനെ മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജന്മജന്മാന്തരമായിട്ട് തുടങ്ങി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തിന്റെ പ്രവൃത്തിയെ അനുഭവിച്ചു തീർക്കാൻ വേണ്ടി അടുത്ത ഒരു ജന്മം ഇങ്ങനെ എടുക്കുക. കർമ്മഫലം അങ്ങനെ അനുഭവിച്ച് തീരുന്നത് വരെ പുനർജന്മം ഉണ്ടാവും. ഒരാളുടെ മരണം, പുനർജന്മ രീതി എന്നിവയെക്കുറിച്ചുള്ള അറിവ്, ശാസ്ത്ര സത്യങ്ങൾ എന്നിവ ആത്മീയമായി ചിന്തിക്കുന്ന ഏവർക്കും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പുനർജന്മവും ഭാരതീയവുമായ ചിന്താധാരകൾക്ക് ആധാരമായ ഗ്രന്ഥങ്ങൾ, വിശ്വാസങ്ങൾ, ആചാര വിചാരങ്ങൾ, സങ്കല്പം എന്നിവയെല്ലാം പുനർജന്മത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ നിലനിൽക്കുന്നതെല്ലാം ഒരു ചാക്രിക വൃത്തിക്ക് വിധേയമാണെന്നുള്ളത് കൊണ്ട് അത് ആധുനികമായ ശാസ്ത്രവീക്ഷണമാണ്. ജനിച്ചതിനെല്ലാം മരണമുണ്ട്. ജനന മരണം പോലെ എല്ലാത്തിനും ദ്വന്ദ്ങ്ങൾ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. സുഖത്തിന് ദുഃഖമുണ്ട്, ലാഭത്തിന് നഷ്ടമുണ്ട്, ഉയർച്ചയ്ക്ക് താഴ്ചയുണ്ട്, ചിരിക്ക് കരച്ചിലുണ്ട്, ശരിക്ക് തെറ്റുണ്ട്. ശാസ്ത്രദൃഷ്ടിയിലൂടെ വിവരിച്ചാൽ എല്ലാത്തിനും ജന്മമുണ്ടെങ്കിൽ മരണമുണ്ട് എന്ന് നമുക്ക് വിവക്ഷിക്കാം. ആത്മാവ് എന്താണെന്ന് പറയാൻ കഴിയില്ലെന്ന് ശാസ്ത്രവും
ഉപനിഷത്തും ഒക്കെ ഒരുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിസ്തരിച്ചുള്ള ഒരു വിവരണം ആത്മാവിനെ കുറിച്ച് ആര് നൽകിയാലും അത് ആ വ്യക്തിയുടെ വീക്ഷണം എന്നേ പറയാൻ കഴിയൂ. അനന്തമായി ആത്മാവ് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു, അത് ഇനിയും നിലനിൽക്കും. ഒരു ജലത്തിന്റെ കണിക പോലെ അല്ലെങ്കിൽ ഓക്സിജന്റെ തന്മാത്ര പോലെ എല്ലാ ജീവജാലങ്ങളിലും ഈ ദ്രവ്യമുണ്ട്. ആ ദ്രവ്യങ്ങൾ കർമ്മഫലം അനുസരിച്ച് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു. എപ്രകാരം മനുഷ്യൻ ജീർണിച്ച വസ്ത്രം ഉപേക്ഷിച്ച് പുതിയത് തെരഞ്ഞെടുക്കുന്നുവോ അതുപോലെ ആത്മാവ് ജീർണിച്ച ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നിനെ തെരഞ്ഞെടുക്കുന്നു. അതായത് ആത്മാവ് ശരീരങ്ങളിലായി, പല ശരീരങ്ങളിലായി ശാശ്വതമായി അനവധി കാലം നിലനിൽക്കുന്നു. പരമാത്മാവിൽ അലിഞ്ഞു ചേരുന്നത് വരെ, നമ്മളൊക്കെ കാത്തിരിക്കുന്ന മോക്ഷമുണ്ടല്ലോ, ആ മോക്ഷത്തിൽ എത്തുന്നത് വരെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുന്നത് മരണവും മറ്റൊന്നിനെ സ്വീകരിക്കുന്നത് ജനനവുമായി തീരുന്നു. ഇതിലൂടെ ആത്മാവിന് മരണമില്ല എന്നും മരണം ശരീരത്തിനാണെന്നും വ്യക്തമാണ്. ശരീരം കൊണ്ട് ആത്മാവിനെ കൊണ്ട് നടക്കാനാകുന്ന ഒരു വാഹനം മാത്രമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് ഉപദേശം തന്നിട്ടുണ്ട്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം യതീയമധീയതേ. അർജുന, ഈ ശരീരം ക്ഷേത്രമാണ് എന്നറിഞ്ഞാലും ശരീരത്തിന് സംഭവിക്കുന്നതൊന്നും എന്തില്ല, ആത്മാവിനെ ബാധിക്കാറില്ല. അത് ഏതുപോലെയാണ്? ഇപ്പോ നമ്മുടെ ഇവിടെ കത്തിക്കിടക്കുന്ന ഈ ബൾബ്, അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആംപ്ലിഫയർ, അതിന്റെ ഫ്യൂസ് പോയാലും കറണ്ടിന് എന്ത് സംഭവിക്കുന്നില്ല? ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങോട്ടുള്ള പ്രവേശനം എന്ത് ചെയ്തു? അത് അവിടെ കണ്ട് നിന്നു. ആത്മാവ് എന്തടിസ്ഥാനത്തിലാണ് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു എന്നതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ഇവിടെ ശാസ്ത്രീയമായി പറയാവുന്ന ഒരേ ഒരു പ്രയോഗം കർമ്മഫലം എന്നതാണ്. നാം ചെയ്ത കർമ്മങ്ങൾ നന്മയായാലും തിന്മയായാലും അത് അനുഭവിച്ചേ തീരൂ. കർമ്മഫലം മാറ്റാൻ ആർക്കും കഴിയുകയില്ല. ഏതാണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, നീതിസാരം പഠിക്കുന്ന സമയത്ത് എന്റെ വെളിച്ചൻ, അമ്മയുടെ അച്ഛൻ, അദ്ദേഹം തന്ന ഒരു നീതിസാരമാണ്. അതിലൊരു വാക്യം എന്റെ മനസ്സിൽ അന്നേ പതിഞ്ഞു കിടന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള, ചിന്തിക്കാറുള്ള ഒരു കാര്യം, അവശ്യമനുഭോക്തവ്യം കൃതം കർമ്മശുഭാശുഭം നാഭുക്തം തീയതേ കർമ്മകൽപ്പകോടിശതേവി. നമ്മൾ കർമ്മം എത്ര ചെയ്താലും എന്തൊക്കെ ചെയ്താലും അതിന്റെ ഫലം നമ്മൾ നന്മയായാലും തിന്മയായാലും അനുഭവിച്ചു തന്നെ തീരും. ആദ്യമായിട്ട് ഞാൻ ബൈബിള് വായിച്ചത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പുതിയ നിയമം സ്കൂളുകളിലൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ചെറിയ ചുവന്ന പുസ്തകം. അതിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വായിച്ചപ്പോഴും അതിലും ഒരു ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നന്മയായാലും തിന്മയായാലും അതിന്റെ തക്ക ഫലമായ കർമ്മം അവൻ അനുഭവിച്ചേ തീരും. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഖുർആൻ എന്ന ഗ്രന്ഥത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഇനി അത് വായിച്ചവരും അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും പറയാം. വിശാലമായി ചിന്തിച്ചാൽ പ്രകൃതിയുടെ താളാത്മകമായ നിലനിൽപ്പ് ഒരു സൂക്ഷ്മ ജീവി മുതൽ ഈ ബ്രഹ്മാണ്ടത്തിലെ സൂര്യഗോളം വരെയാണ്. അതിലേതിന്റെയും നിലനിൽപ്പിന് കോട്ടം വരുത്തിയാൽ അത് പാപവുമാണ്. അതിന്റെ കർമ്മഫലം അത് അനുഭവിച്ചേ തീരൂ. അത് അനുഭവിച്ചു തീരുമ്പോൾ അതിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും. ആത്മാവിനെ കൊണ്ടുപോകാൻ പാപകർമ്മ ഫലങ്ങൾ ഒന്നുമില്ല എങ്കിൽ ആത്മാവ് മോക്ഷപ്രാപ്തിയായി എന്ന് പറയാം. പാപപുണ്യങ്ങൾ കൊണ്ടുപോകുന്ന
ആക്കുന്നതിനെ നമുക്ക് എങ്ങനെയാക്കാം? ഇപ്പോ ഇലക്ട്രിസിറ്റിയുടെ വൈദ്യുതി എത്ര ഉയർന്ന അളവിലാണെങ്കിലും വൈദ്യുതി കമ്പിയിൽ കൂടി പോകുമ്പോൾ ആ കമ്പിക്ക് എന്ത് ചെയ്യില്ല, അതൊരു ബാധകയല്ല. സുഗന്ധമോ ദുർഗന്ധമോ എന്തായാലും വായു അത് പരത്തുമ്പോൾ വായുവിന്റെ അസ്തിത്വത്തെ അത് ബാധിക്കാറില്ല. അതുപോലെ തന്നെയാണ് ആത്മാവിന്റെ കാര്യം. സഞ്ചിതം, ആർജിതം, പ്രാരാബ്ധം എന്നിങ്ങനെ 3 ഇനം കർമ്മഫലങ്ങളാണ് ഒരു മനുഷ്യന്റെ ജന്മത്തിലുള്ളത്. കഴിഞ്ഞ ജന്മം വരെയുള്ള ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങൾ അനുഭവിച്ചു തീർക്കാനുള്ളതാണ് സഞ്ചിത കർമ്മം. ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിയത് അഥവാ ഈ ജന്മത്തിൽ ആർജിച്ചെടുത്ത കർമ്മങ്ങളുടെ കർമ്മമാണ് ആർജിത കർമ്മം. പിന്നെ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണ് പ്രാരാബ്ധ കർമ്മം. ഈ നടക്കുന്ന പ്രശ്നങ്ങൾ ഇവ 3ഉം ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചു തീർക്കണം. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ധൃതരാഷ്ട്ര കൃഷ്ണനോട് ചോദിച്ചു, എനിക്കുള്ള 100 പുത്രന്മാരും മരിക്കുവാൻ എന്താ കാരണം കൃഷ്ണ? അപ്പൊ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, 50 ജന്മങ്ങൾക്ക് മുൻപ് അങ്ങ് നല്ലൊരു വേട്ടക്കാരനായിരുന്നു. വേട്ടക്കിടയിൽ അങ്ങ് അമ്പ ചെയ്ത ഒരു കിളി പറന്നുപോയ ദേഷ്യത്തിൽ ആ കിളിയുടെ കൂട്ടിലുണ്ടായ 100 കുഞ്ഞുങ്ങളെയും അങ്ങ് കൊന്നുകളഞ്ഞു. നിസ്സഹായതയോടെ അച്ഛൻ കിളി ഹൃദയം പൊട്ടി അത് കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ 100 മക്കളുടെ മരണം അത് കണ്ടുകൊണ്ടിരിക്കുവാൻ അങ്ങ് കാരണമായതുകൊണ്ടാണ് സ്വന്തം മക്കളുടെ മരണം കാണുന്ന വേദന അങ്ങ് അനുഭവിക്കേണ്ടി വരും എന്ന് ആ കിളി ശപിച്ചുകൊണ്ട് പോയത്. അപ്പൊ ഭഗവാനോട് ചോദിച്ചു, പക്ഷേ അങ്ങനെയെങ്കിൽ ഇത് അനുഭവിക്കാൻ 50 ജന്മങ്ങൾ കാലതാമസം ഉണ്ടാകാൻ എന്താ കൃഷ്ണ കാരണം? ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ ചോദിക്കാമല്ലോ ഭഗവാനോട്. ചിരിയോടുകൂടി ഭഗവാൻ പറഞ്ഞു തരികയും ചെയ്യും. കഴിഞ്ഞ 50 ജന്മങ്ങൾ അങ്ങ് 100 പുത്രന്മാരുണ്ടാകുവാനുള്ള പുണ്യം നേടുകയായിരുന്നു. ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഗഗനകർമ്മണാഗതി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർമ്മവും കർമ്മഫലവും അനുഭവിക്കുന്ന രീതി മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏത് കർമ്മഫലം എന്ന് നൽകണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഭഗവാനാണോ? അല്ലാണ്ട് എനിക്ക് ഇന്ന കർമ്മം മതി, ഇന്ന ഫലം മതി, എനിക്കിങ്ങനെ പശുവായിട്ട് ജനിച്ചാൽ മതി, അല്ലെങ്കിൽ കൊതുകായിട്ട് ജനിച്ചാൽ മതി, അപ്പൊ ഒറ്റയടിക്ക് ചത്തോളൂല്ലോ, ഇതൊന്നും കാണണ്ടല്ലോ കേൾക്കണ്ടല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ കർമ്മഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ച് തീർക്കാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അടുത്ത ജന്മങ്ങളിലും നമ്മൾ അത് അനുഭവിച്ച് തീർക്കണം. അതായത് ഏത് ചെറിയ കർമ്മമാണെങ്കിലും അതിന് കൃത്യമായ ഒരു ഫലം ഉണ്ടാവും. നല്ലത് ചെയ്താൽ നല്ലതുണ്ടാവും, ചീത്ത ചെയ്താൽ ചീത്തയുണ്ടാവും. ഭഗവത്ഗീതയിൽ തന്നെ അതിനുള്ളൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു കാലിത്തൊഴുത്തില് 100 കന്നുകുട്ടികളുണ്ടാവും. ഒരമ്മ പശു കൃത്യമായി തന്നെ അതിന്റെ കന്നിനെ കണ്ടുപിടിക്കുന്നു. നമ്മുടെ കർമ്മഫലങ്ങളും ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ നമ്മെ തേടി വരുന്നത് ഇതേ സൂക്ഷ്മതയോടെ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റൂട്ടിൽ ഒരപകടം ഉണ്ടാകുമ്പോ എല്ലാവർക്കും അപകടം ഉണ്ടാവുമോ? ഒരാൾക്ക്, അല്ലെങ്കിൽ ആ നിശ്ചിതമായി പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മാത്രം. അതൊരു യാചിതക്ഷകതയല്ല, കർമ്മഫലമാണ്. അവിടെ അങ്ങനെ ഒരു അപകടം ഉണ്ടാകണം, ഇന്നയാൾ ആ അപകടത്തിൽ പെടണം. അത് നമ്മൾ എത്ര നിയന്ത്രിച്ചാലും എത്ര ശ്രമിച്ചാലും അത് സംഭവിക്കും. നമ്മുടെ കർമ്മഫലങ്ങളും സത്കർമ്മങ്ങളിലുള്ള കർമ്മഫലങ്ങളും ദുഷ്കർമ്മങ്ങൾക്കുള്ള ദുഷ്കർമ്മഫലങ്ങളും ലേശം വൈകിട്ടാണെങ്കിലും കൃത്യസമയത്ത് തന്നെ അത് നമ്മളെ തേടിയെത്തും. മായാമൂഢരും അഹങ്കാരികളും സുരപാനം കൊണ്ട് തലയ്ക്ക് വെളിവില്ലാത്തവരുമായ ആളുകൾ, അതായത് യാദവകുലം, മുച്ചൂടും മുടിയേണ്ടത് തന്നെയാണ്. അങ്ങനെ മുടിഞ്ഞുപോയി. അതും ധർമ്മ സംസ്ഥാപനത്തിന്റെ ഭാഗം തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതും അവതാരോദ്ദേശം തന്നെയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ദ്വാരകയിലെ
അശുഭ ലക്ഷണങ്ങൾ കണ്ട് തന്റെ അന്തർധാന കാലമായെന്ന് നിശ്ചയിച്ച ഭഗവാൻ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും ശംഖോദ്ധാരം എന്ന തീർത്ഥസ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. മതിരാമത്തരായ യാദവരുടെ അന്തചിത്രം കണ്ട കണ്ണനാകട്ടെ അകലെ ഒരു ആൽച്ചുവട്ടിൽ മാറിയിരുന്നു. ഇടത്തെ കാലിൽ വടത്തെ തുടയിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക. മാനിന്റെ മുഖം പോലിരിക്കുന്ന ആ ഭഗവാന്റെ കാൽപാദങ്ങൾ കണ്ടിട്ട് മൃഗമാണെന്ന ശങ്കയിൽ ജര എന്ന് പറഞ്ഞ ഒരു വേടൻ ആ പാദം ലക്ഷ്യമാക്കി ഒരു അമ്പ അയച്ചു. മാനിനെ തേടി ഓടി വന്ന വേടൻ കണ്ടത് കാൽപാദത്തിൽ അമ്പ് കൊണ്ട് കിടക്കുന്ന ചതുർബാഹുവായ ഭഗവാനെയാണ്. മാപ്പപേക്ഷിച്ച് കേട് നമസ്കരിച്ച് അവരോട് ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഹേ ജരേ, ഭയം വേണ്ട, എഴുന്നേൽക്കുക. എന്റെ സങ്കല്പം അനുസരിച്ച് നീ കൃത്യം ചെയ്തു. അതിനാൽ സുഹൃത്തുക്കളുടെ പദമായ സ്വർഗം ഞാൻ നിനക്ക് അനുവദിച്ചിരിക്കുന്നു. എന്റെ സങ്കല്പം അനുസരിച്ചാണ് എന്ന സൂചന അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന്റെ വിശേഷാർത്ഥം നമുക്ക് ചിന്തിക്കാതിരിക്കാൻ വയ്യ. ശ്രീരാമന്റെ ഒളിയമ്പേറ്റ് മരിച്ച ഭാര്യയുടെ പുനർജന്മം എടുത്തിരിക്കുന്ന വേടനാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ ഭഗവാൻ തന്നെയായ ശ്രീകൃഷ്ണനെ ഒളിഞ്ഞു നിന്ന് അമ്പയ്യാൻ അവൻ വന്നു. അതൊരു നിയോഗമാണ്. നീ ദ്വാപരായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ കാട്ടാളനായി പൂർവ്വവിരോധം കാരണം എന്റെ കാലിന് മുറിവേൽപ്പിക്കുമെന്നും അത് എന്റെ സ്വധാമപ്രാപ്തിക്ക് കാരണമാകുമെന്നും ഭഗവാൻ അമ്പേറ്റ ഭാര്യയോട് പറഞ്ഞതായി ആനന്ദരാമായണത്തിൽ പറയുന്നുണ്ട്. കർമ്മഫലം ജന്മജന്മാന്തരങ്ങളിലായാലും അനുഭവിച്ചേ തീരൂ എന്ന് ഭഗവാൻ പോലും സ്വചര്യ കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുന്നു. കർമ്മഫലം സുഖകരമല്ലെന്ന്, സുഖാദായകമല്ലെന്ന ബോധ്യമുറച്ചത് കാരണം അതിൽ ആഗ്രഹവും ആസക്തിയും ആശ്രയത്വവും അകലുന്ന അവസ്ഥയെ ഒരുതരം വിപരീതവും നിഷേധാത്മകവുമായ സമീപനമായി ചിന്തിക്കുന്നത് ശരിയല്ല. ഈശ്വരന് കൊടുക്കുക, അതായത് ലോക കല്യാണത്തിന് സമർപ്പിക്കുക. ആ നിലയിൽ ക്രിയാത്മകവും സർഗാത്മകവുമായി നമ്മൾ കർമ്മഫലത്തെ ത്യാഗഫലമായി ആർക്കും ഉപകാരം ചെയ്യുന്നില്ല എന്ന വിപരീത അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. മറിച്ച് കർമ്മഫലം നിവേദിക്കുന്നു എന്ന നില വന്നാൽ അത് ഉദാത്തമായ ഒരു ശുഭകാര്യമാകും. അതുകൊണ്ട് കർമ്മഫലം ത്യജിക്കുന്നതിന് പകരം ജഗദീശ്വരന് നിവേദിക്കുന്നതായി തീരുക. എന്റെ പ്രവൃത്തികളുടെ ഫലം അത് എന്റെ ഭഗവാന്റെ യശസ്സിന്, ഭഗവാന്റെ സ്തുതിക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർപ്പിച്ചാൽ അതിനാണ് അവിടെ അനുഗ്രഹം ഉണ്ടാവുക. ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിൽ തുടങ്ങി ഭഗവാൻ അങ്ങനെ ഒരു ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. അത് അക്ഷരത്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി സദാസി യത്തപസ്യസി കൗന്ദേയ മത്കുരുഷ മദർപ്പണം. ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തില് 25-ആണോ 27-ആണോ എന്നറിയില്ല, ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്. 26-ആണോ എന്ന് അറിയില്ല. അർജുന, നീ ഏതൊന്ന് ചെയ്യുന്നുവോ, ഏതൊന്ന് ഭക്ഷിക്കുന്നുവോ, ഏതൊന്ന് ഹോമിക്കുന്നുവോ, ഏതൊന്ന് തപസ് ചെയ്യുന്നുവോ അതൊക്കെയും എന്നിൽ അർപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഇങ്ങനെ വെറും ത്യാഗത്തെക്കാൾ ഉത്തമമായ ഉദാത്തമായ നിലയിൽ കർമ്മങ്ങളെയും തദനുസരണ ചിന്തകളെയും നമുക്ക് ഭഗവാനുള്ള നൈവേദ്യമായിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ആ ചിന്തകളെയാണ് നമ്മൾ കർമ്മഫലമായിട്ട് ഭഗവാനിലേക്ക് അർപ്പിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരും ആയിത്തീരുന്നത്. അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അപ്പൊ 5 വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. കർമ്മപദത്തിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക. 6-ാമത്തെ വിഷയം വരുന്നു പരമ്പൊരുളിനെ തിരിച്ചറിയുക. ലൗകികമായ എല്ലാ കെട്ടുപാടുകളോടും
ബന്ധനങ്ങളോടും അടിയറവ് പറയാൻ കഴിഞ്ഞാൽ പരമ്പൊരുളിന് കീഴ്പ്പെടാൻ നമുക്ക് കഴിയും. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ കരവിരുതാണ് എന്ന് മനസ്സിലാക്കുക. ഭൂതകാലത്തെ പഴിക്കുന്നതും ഭാവി കാലത്തെ ഭയപ്പെടുന്നതും വ്യർത്ഥമാണ്, വെറും വിഡ്ഢിത്തരമാണ്. കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ച് ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് കഴിഞ്ഞുപോയി. അതിനെ ഓർത്തിട്ട് ദുഃഖിച്ചിരുന്നാൽ അതിനൊരു ഫലം ഉണ്ടാവുമോ? ഇല്ല. ചെയ്തു പോയ കർമ്മങ്ങളുടെ ഫലം നമ്മൾ എന്ത് വന്നാലും അനുഭവിച്ചേ പറ്റൂ. സ്വയത്തെയും ഈശ്വരനെയും സൃഷ്ടിയുടെ രഹസ്യവും ഒക്കെ തിരിച്ചറിയുക എന്നതിലാണ് ആ ആത്മാവിന്റെ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ, വരാൻ പോകുന്നതിനെ കുറിച്ചോർത്ത് ഭയപ്പെടാതെ, ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരന്റെ ആ യശസ്സിന് യോജിക്കുന്ന വിധത്തിലുള്ളതായി തീരാൻ വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ അത് ഭഗവാനിൽ അർപ്പിക്കണം. ഏഴാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സ്വാർത്ഥ ബുദ്ധിയാണെങ്കിൽ ജ്ഞാനമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. എന്റെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ട്. ഞാൻ കുറെ പഠിച്ചതാണ്, ഞാൻ കുറെ ചെയ്തതാണ്, എനിക്ക് ഇത്ര പ്രായമുണ്ട്, ഞാൻ ഇതെല്ലാം നേടിയെടുത്തത് ആളാണ്. അങ്ങനെയുള്ളൊരു ചിന്ത എന്റെ ഉള്ളിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായി സമ്പാദിക്കണം, ഈ സമ്പാദ്യം മുഴുവൻ എനിക്ക് സ്വകാര്യമായിട്ട് ചെയ്യണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജ്ഞാനം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. നീ ചെയ്യുന്നതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിത്തീരും. നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിന്റെ പ്രതിബിംബം നമുക്ക് കാണാൻ കഴിയും, നമ്മളെ തന്നെ കാണാൻ കഴിയും. കണ്ണാടി തെളിവുള്ളതാണെങ്കിൽ നല്ല പ്രതിബിംബം കാണാൻ പറ്റും. അതല്ല അതിന്റെ മുകളിൽ എണ്ണമയവും ചെളിയും ഒക്കെ ഉള്ളതാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് നമ്മളെ കാണാൻ കഴിയും. സ്വാർത്ഥമതിയായ ഒരാൾക്ക് തന്റെ സ്വഭാവം കൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, കുടുംബത്തിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ആത്മീയമായ മേഖലയെ ഒരു വ്യവസായമായ ഒരു വ്യാപാരമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് കടന്നുപോയി. ഓരോ ദിവസവും പ്രശ്നങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ അതൊരു കച്ചവടമായി മാറ്റിയിരിക്കുക. അപ്പൊ അതുപോലെ നിരവധി പ്രശ്നങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. എട്ടാമതായിട്ടുള്ളത് എല്ലാത്തിനോടും സമചിത്തത പാലിക്കുക എന്നതാണ്. ഏകാഗ്ര ധ്യാനത്തിൽ നമുക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് തന്റെ പ്രവർത്തികളിൽ സംയമനം പാലിക്കാൻ പറ്റും. അമിതമായി ഭക്ഷണം കഴിക്കുന്നതോ ഒന്നും കഴിക്കാതിരിക്കുന്നതോ ഈശ്വരനിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയോ അകലുകയോ ചെയ്യുന്ന അതിനൊന്നും ഒരു കാരണമല്ല. ചിലർ പറയും, ശ്ലോകം പറയുന്നുണ്ട്, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി എന്നൊക്കെ പറയാറുണ്ട്. കഴിക്കുന്ന ഭക്ഷണം എന്താണ് എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന്റെ അളവിലല്ല ഈശ്വരനുമായിട്ടുള്ള ബന്ധം ഇരിക്കുന്നത്. നീ ഒരു കർമ്മം ചെയ്യേണ്ട സമയത്ത് നീ കഴിക്കാനിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മറ്റുള്ളവന് ഇല്ലാതിരിക്കുന്ന സമയത്ത് നീ വയറു നിറച്ച് ഭക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഭഗവാൻ നോക്കുന്നത്. അല്ലാണ്ട് കഴിക്കുന്നതിനല്ല. നീ മറ്റുള്ളവർക്ക് നിന്റെ കഴിവിനനുസരിച്ച് കൊടുക്കുക. അന്നദാനത്തെക്കാൾ വലിയ ദാനമില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ ആ ദാനം നീ കൊടുത്തതിന് ശേഷം അവരോടൊപ്പം നീ ഇരുന്ന് കഴിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരാൾ കൂടി കടന്നു വന്നാൽ അവർക്ക് കൂടി കൊടുക്കണമല്ലോ എന്ന് കരുതി ഒരാൾക്കുള്ള ഭക്ഷണം കൂടി ഉണ്ടാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നിന്റെ വീട്ടിൽ വരുന്നിരിക്കുന്ന യാചകന് നല്ല പാത്രത്തിൽ നല്ല സ്ഥലത്തിരുത്തി ബഹുമാനത്തോടു കൂടി നിനക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതും ഭഗവാൻ നോക്കുന്നുണ്ട്. അവൻ കൊണ്ടുവന്ന പാത്രത്തിലിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നല്ലൊരു പാത്രത്തിൽ കൊടുക്കാം.
പട്ടിക്ക് കൊടുക്കുന്ന പാത്രത്തിൽ കൊടുക്കരുതെന്നാ പറയുന്നത്. 9 പറയുന്നത് കോപം, അത് നമ്മൾ ഒഴിവാക്കുക. കോപം അബദ്ധത്തിലേക്കുള്ള പാതയാണ്. അതുകൊണ്ട് നമ്മൾ ശാന്തനായിരിക്കുക. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ വെറും വിഡ്ഢിയാക്കി തീർക്കുന്ന ഒരേ ഒരു സാധനം കോപമാണ്. കോപം അനിയന്ത്രിതമാകുമ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടമാകും. പ്രകടനമൊക്കെ നടത്തി മുദ്രാവാക്യമൊക്കെ വിളിച്ചിങ്ങനെ പോകുന്ന നമ്മള് ആ പ്രകടനം ശക്തമായി വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? സാധാരണ പോലീസിനെ കാണുമ്പോൾ ഒന്നൊരാവേശം മൂപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു കല്ലെടുത്ത്, പിന്നെ പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മേടിച്ചിട്ട് നമ്മൾ പോരും. അതിനിടയിൽ ആരെങ്കിലും ഒരു കുരുത്തം കെട്ടവനുണ്ടെങ്കിൽ ഒരു കത്തിയോ ഒരു കമ്പിയുടെ കഷ്ണമോ ഉണ്ടെങ്കിൽ ഒന്ന് പോര് വിട്ടാൽ മതി, കത്തിക്കുത്തായി. അപ്പോ കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് നഷ്ടമാകും. ഒപ്പം കാര്യങ്ങളെ ചിന്തനം ചെയ്യാനുള്ള കഴിവും നഷ്ടപ്പെടും. ഒരുതരം വിറയലായിരിക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കുമുള്ള അടിസ്ഥാനപരമായ കാരണം കോപമാണ്. നരകത്തിലേക്കുള്ള 3 പ്രധാന വാതിലുകളിൽ ഒന്നാണ് കോപമെന്ന് ഒരു പൂജനീയനായ സ്വാമി ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് എന്റെ ഓർമ്മയിലുണ്ട്. കാമവും അത്യാർത്ഥിയുമാണ് മറ്റ് 2 വാതിലുകൾ. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. അതായത് നരകത്തിലേക്ക് പോകാൻ ഒരു മനുഷ്യന് കാരണമാകുന്ന കർമ്മഫലങ്ങൾ തരുന്ന 3 കാരണങ്ങൾ. 1 കോപം, 2 കാമം, 3 അത്യാർത്ഥി. കോപത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ സമാധാനത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. കോപം കൊണ്ട് കുറെയൊക്കെ എഴുതി കൂട്ടി ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പോസ്റ്റ് ഇട്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കേസുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ ചിരിയാ വരുന്നത്. 10ാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന അവസാനത്തെ വിഷയം, ശരീരം എന്നത് നശ്വരവും ആത്മാവ് അനശ്വരവുമാണ്. അത് ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ 9 വിഷയങ്ങളെയും നമ്മൾ ചേർത്ത് കൂട്ടിക്കൊഴച്ച് അഷ്ടദ്രവ്യം പോലെ, അഷ്ടദ്രവ്യം 8 ഉള്ളൂ, അതുപോലെ കൂട്ടിക്കൊഴച്ച് നമ്മളിങ്ങനെ ചേർത്തെടുക്കുമ്പോൾ കിട്ടുന്ന അളവാണ് എന്ത്? ശരീരം എന്നത് അനശ്വരവും ശരീരം എന്നത് നശ്വരവും ആത്മാവ് എന്നത് അനശ്വരവുമാണ് എന്ന സത്യം. അത് നമ്മൾ മറക്കരുത്. ഒരു വസ്ത്രത്തോട് മനുഷ്യ ശരീരത്തെ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപയോഗിക്കുന്നുണ്ട്. പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം അണിയുന്നത് പോലെയാണ് മനുഷ്യ ശരീരവും ആത്മാവും. മരണം ശരീരത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ആത്മാവിന് എന്തില്ല? മരണമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ പരമാവധി നാം ചിന്തിച്ചെടുക്കേണ്ട കാര്യം, ഒരിക്കലും നഷ്ടപ്പെടാത്ത ആത്മാവ് നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് അച്ഛനോടായാലും അമ്മയോടായാലും സഹോദരനോടായാലും സഹോദരിയോടായാലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മകളെ കരുതി വെക്കുന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും എനിക്ക് ദോഷമായി തീരും. ആ ദോഷത്തെ മാറ്റാൻ ഞാൻ ഏത് പുണ്യ ഗംഗയിൽ പോയി തീർത്ഥത്തിൽ പോയി കുളിച്ചാലും, എത്ര ഉപവസിച്ചാലും, പ്രാർത്ഥിച്ചാലും, എത്ര ദാനം കൊടുത്താലും കാര്യമില്ല. എന്റെ മനസ്സിന്റെ ആ അവസ്ഥയെ ഞാൻ മാറ്റി പരമാത്മാവായ ഭഗവാനോട്, ആത്മാവായ എന്റെ ആത്മാവ് സൗഹൃദ സന്ധിബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവിടെ നമുക്ക് സമാധാനത്തെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ വളരെ ചിന്തിക്കുക. ഈ 10 വിഷയങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കുക. ഇത് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
നമുക്ക് വീണ്ടും കാണാം. സമയം പോലെ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ കർമ്മഫലങ്ങളുടെ ഇതാണ്. എന്തായാലും സാധു ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുണ്യാത്മാവായ പൂജനീയ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജിന്റെ സമാധി സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിലേക്ക് വരണം. ആ പുണ്യാത്മാവിന്റെ സമാധി ക്ഷേത്രത്തിന് സമീപം ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലോ ആ മണ്ഡപത്തിലോ ഇരുന്ന് കുറച്ചു സമയം ധ്യാനിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മകൾ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ, നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി. നമസ്തേ.